നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ കേരളീയ സമൂഹത്തിൽ ഉയർന്നു കേട്ട ഒരു വാദമാണ് അധികാര തുടർച്ചയുണ്ടായ CPM തകരും എന്നുള്ളത്. പ്രത്യേകിച്ച് MN കാരശ്ശേരിയെ പോലെ ഉള്ള ആൾക്കാരാണ് ഈ വാദം ഉയർത്തുന്നത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കുകയാണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം അധികാര തുടർച്ച ആർക്ക് എന്നാണ്. ഒരു ജനപക്ഷ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ജനക്ഷേമകരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. മറിച്ച് ഒരു വലതുപക്ഷ ഭരണനിർവഹണമാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അധികാര തുടർച്ച എന്നുള്ളത് ദുർഭരണത്തിലേക്കുള്ള നാന്ദിയാണ്. ഇത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഒരുപക്ഷെ വലതുപക്ഷ ചിന്തകന്മാർ അഡ്രസ്സ് ചെയ്യാൻ മടി കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റും ഇതുതന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനം ജനക്ഷേമ നടപടികൾ തന്നെയാണ്. ലൈഫ് മിഷൻ പദ്ധതി ഏതാണ്ട് 6 ലക്ഷത്തിന് അടുത്തോളം വീടുകൾ ഭവനരഹിതർക്ക് നൽകിയ പദ്ധതിയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിൻ്റെ തുടക്കകാലത്ത് ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളും ആ മുദ്രാവാക്യങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും സഫലീകരണമായിട്ടാണ് ഈ നടപടിയെ നാം കാണേണ്ടത്. രണ്ടാമത്തെ കാര്യം ജനക്ഷേമ നടപടികൾ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൻഷൻ പോലുള്ള സേവനങ്ങൾ അത് യഥാർത്ഥ അർഹരായ മുഴുവൻ ജനങ്ങളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ജീവിത ചെലവ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരം നിരാലംബരായ മനുഷ്യർക്ക് ആ സാമ്പത്തിക സഹായം ഗുണം ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തത് പൊതുസ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിലുള്ള വർധനവാണ്. അത് ആശുപത്രി സേവനങ്ങളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ സേവനങ്ങളുടെ കാര്യത്തിലായാലും ഉള്ളവ കൂടുതൽ ഗുണാത്മകമായി മെച്ചപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സാമ്പത്തിക വിഭവ സമാഹരണം കിഫ്ബി ബൈത്തുകൊണ്ട് ഇത് വളരെ പ്രധാനമായിട്ട് കാണേണ്ട മറ്റൊരു സവിശേഷതയാണ്. വലതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി പൊതുമേഖലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയാണ്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നിലനിന്ന അനിശ്ചിതത്വങ്ങൾ നീക്കിക്കൊണ്ട് നാഷണൽ ഹൈവേ വികസിപ്പിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ സുതാര്യവും ശക്തവുമാക്കി എന്നുള്ളതാണ് നാഷണൽ ഹൈവേ വികസനത്തിൽ പ്രാരംഭമായിട്ട് നാം നേടിയ വിജയമെന്ന് പറയുന്നത്. നാഷണൽ ഹൈവേ ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. 6 വരി പാത നിലവിൽ വരുന്നതോടുകൂടി കേരളത്തിലെ ഗതാഗത സംവിധാനം മറ്റൊരു തലത്തിലേക്ക് ഉയരും എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലെ തന്നെ മറ്റ് പല ദേശീയപാതകളെ മാറ്റി നിർത്തിയാൽ മറ്റ് തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ഈ രംഗത്തെല്ലാം വലിയ വികസനമാണ് ഈ കാലയളവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് തുറമുഖങ്ങളുടെ വികസനമാണ്. വിഴിഞ്ഞം പോർട്ട് പൂർത്തിയാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു. മാത്രവുമല്ല മറ്റു തുറമുഖങ്ങളെക്കുറിച്ചുള്ള ആലോചനകളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഒരു ലോജിസ്റ്റിക് ഹബ്ബായിട്ട് കേരളം മാറുന്നതിൻ്റെ ശക്തമായ സൂചന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രംഗം വ്യവസായ രംഗമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായത്തിന് മുഖംതിരിഞ്ഞു നിന്ന സമൂഹം എന്ന നിലയ്ക്ക് ആധുനിക ഫുഡ് ലോസ് ഇൻഡസ്ട്രീസ്, അതേപോലെ തന്നെ ടെക്നോളജി ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഇത്തരം മേഖലകളിൽ ശക്തമായ നടപടികളെടുക്കാൻ ഈ കാലയളവിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉൾനാടൻ ജലഗതാഗത പാതയുടെ പണി പുരോഗമിച്ചു വരികയാണ്. ആ പദ്ധതി കൂടി പൂർത്തിയാവുമ്പോഴേക്ക് ടൂറിസം രംഗത്തും അതേപോലെ തന്നെ ആഭ്യന്തര ഗതാഗത രംഗത്തും വലിയ ഒരു നാഴികക്കല്ലായി മാറും ആ പാത എന്ന് നമുക്ക് നിശ്ചയമായും പറയാം. ഒരുപക്ഷെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതിദാരിദ്ര്യ വിമുക്തമാക്കി കേരളത്തെ മാറ്റി എന്നുള്ളതാണ്. ഏതാണ്ട് 5 ലക്ഷം കുടുംബങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ പടിപടിയായി കൃത്യമായ ആസൂത്രണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ സഫലീകരണം 5-ാമത്തെ വർഷം അതിൻ്റെ സഫലീകരണം
സാധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നാം അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഒരുപക്ഷെ ലോകത്ത് തന്നെ ചൈന കഴിഞ്ഞാൽ ഈ പദവി നേടുന്ന രണ്ടാമത്തെ ഭൂപ്രദേശം കേരളമായിരിക്കും. ഏതർത്ഥത്തിൽ നോക്കിയാലും കേരളത്തിൻ്റെ വികസന ദിശ ശരിയായ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിനൊരു തുടർച്ചയുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്.